ഭീഷണി തള്ളുകയാണ്. ട്രംപിന്റെ ഭീഷണി പൂർണ്ണമായും തള്ളുകയാണ് ഇറാൻ. അമേരിക്കയുമായി യാതൊരു വിധത്തിലുള്ള ചർച്ചയുമില്ല. ആദ്യം നിങ്ങൾ ഉപരോധം പിൻവലിക്കൂ എന്നാണ് ഇറാൻ ആവശ്യപ്പെടുന്നത്. ഹോർമുസ് പൂർണ്ണമായും തങ്ങൾക്കായി വിട്ടുതരണം. തങ്ങളുടെ ഭാഗത്തേക്കും തങ്ങളുടെ രാജ്യത്തു നിന്നും പോകുന്ന കപ്പലുകളിൽ നിയന്ത്രണം പാടില്ല എന്നും ഇറാൻ ആവശ്യപ്പെടുന്നു. ഇത്തരം ആവശ്യങ്ങൾ അംഗീകരിക്കാതെ ചർച്ചയ്ക്ക് തങ്ങൾ തയ്യാറല്ല എന്ന് അസന്നിഗ്ധമായി ഇറാൻ പ്രഖ്യാപിക്കുകയാണ്. ഒപ്പം ചെങ്കടൽ തീരത്തെ സൗദിയുടെ യാംബു തുറമുഖം ഉൾപ്പെടെ ഹോർമുസിന് പുറത്തുള്ള തുറമുഖങ്ങളും യുദ്ധമുഖമായി മാറ്റുമെന്നാണ് ഇറാന്റെ പുതിയ ഭീഷണി. ഇറാന്റെ കീഴടങ്ങൽ പ്രതീക്ഷിക്കേണ്ട എന്ന് അമേരിക്കയ്ക്ക് മസൂദ് പെസഷ്കിയാൻ മുന്നറിയിപ്പ് നൽകുന്നു. അതേസമയം അടുത്ത ഘട്ട ചർച്ചകൾക്കായി അമേരിക്കൻ സംഘം ഇസ്ലാമാബാദിൽ എത്തും എന്ന് ട്രംപ് പറയുന്ന പശ്ചാത്തലമുണ്ട്. ഇറാൻ ഇതിനോട് അനുകൂലമായി പ്രതികരിക്കാത്ത സാഹചര്യമാണ്. ഇറാന്റെ കപ്പലുകൾക്ക് അമേരിക്കൻ നാവിക ഉപരോധം ഏർപ്പെടുത്തിയതും ഒപ്പം അമേരിക്കയുടെ ഇറാന്റെ കപ്പലിനെ പിടിച്ചെടുത്തതുമാണ് ഇപ്പോൾ ചൊടിപ്പിച്ചിരിക്കുന്നത്. തങ്ങളുടെ കപ്പൽ പിടിച്ചെടുത്തതിന് പിന്നാലെ ഉടനടി തിരിച്ചടിക്ക് തങ്ങൾ സജ്ജമായിരുന്നു. പക്ഷേ ജീവനക്കാരും കുടുംബങ്ങളും കപ്പലിലുള്ളതിനാൽ ഒഴിവാക്കിയെന്നാണ് ഇറാന്റെ സേനയെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കപ്പൽ ആക്രമിച്ചതിന് ഉടൻ തിരിച്ചടി ഉണ്ടാകുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നത് വലിയ ഗുരുതരമായ സാഹചര്യം ആ മേഖലയിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. ഏതായാലും നാവിക ഉപരോധം നീക്കണം എന്ന ആവശ്യത്തിൽ നിന്ന് ഒട്ടും പിറകോട്ടില്ല ഇറാൻ. അതായത് ഇസ്ലാമാബാദിലെ ചർച്ചകൾക്ക് തങ്ങൾ പ്രതിനിധികളെ അയക്കില്ല എന്ന് ഇറാൻ അസന്നിഗ്ധമായി വ്യക്തമാക്കുകയാണ്. ഇറാന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇക്കാര്യത്തിൽ നിലപാട് അറിയിച്ചു കഴിഞ്ഞു. അജയ് സുധാ ബിജു ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. അജയ്, ഇപ്പോൾ ചൈനീസ് പ്രസിഡന്റ് അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ട പശ്ചാത്തലമുണ്ട്. സൗദിയുമായി പാകിസ്ഥാൻ സംസാരിക്കുന്നുണ്ട്, ഇടപെടലുകൾ നടക്കുന്നുണ്ട്. ഇതിനിടയിൽ ഒരു തരത്തിലും വഴങ്ങില്ല എന്ന ഇറാന്റെ നിലപാട് അത് അസന്നിഗ്ധമായി ശക്തമായി അവർ വ്യക്തമാക്കുകയാണ്. എന്ത് പ്രതീക്ഷിക്കണം വരും മണിക്കൂറുകളിൽ? യുദ്ധം തുടങ്ങാൻ അല്ലെങ്കിൽ വെടിനിർത്തൽ അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. രഞ്ജിത്ത്, നിലവിൽ ഇറാനും അതുപോലെ തന്നെ US പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപും തങ്ങളുടെ നിലപാടുകളിൽ നിന്ന് ഒട്ടും തന്നെ പിന്നോട്ട് പോകുന്നില്ല. ഈ പശ്ചാത്തലത്തിൽ ചർച്ചകൾ എങ്ങനെ എന്നുള്ളത് തീർച്ചയായിട്ടും വളരെയധികം അനിശ്ചിതത്വത്തിൽ നിൽക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. ഇപ്പോൾ നേരത്തെ ഇറാൻ ഹോർമുസ് കടലെടുക്ക് പൂർണ്ണമായി തുറന്നുകൊണ്ട് ഉത്തരവിറക്കിയത് തന്നെ ഇറാനിലുള്ള മുതിർന്ന പല ഭരണാധികാരികൾക്കും എതിർപ്പുണ്ടായിരുന്നു എന്നാണ് വിവരം. ഈ US ഉപരോധം അവസാനിപ്പിക്കാതായതോടെ ഇറാൻ അത്തരത്തിൽ തങ്ങളുടെ നിലപാട് അത് കൂടുതൽ കടുപ്പിക്കുകയായിരുന്നു. മറ്റ് ബാഹ്യ സമ്മർദ്ദങ്ങൾക്കൊന്നും തന്നെ വഴങ്ങാതെ ഈ US ഉപരോധത്തിൽ നിന്ന് ഒട്ടും വിട്ടുവീഴ്ച ചെയ്യാതെയുള്ള നിലപാടാണ് ഇറാൻ പിന്നീട് സ്വീകരിച്ചത്. അങ്ങനെയാണ് അവർ ഹോർമുസ് കടലെടുക്ക് പൂർണ്ണമായി അടയ്ക്കുകയും ഇപ്പോൾ നിലവിലുള്ള US ഉപരോധം അവസാനിപ്പിച്ചാൽ മാത്രമേ തങ്ങളൊരു ചർച്ചയ്ക്ക് തയ്യാറാകൂ എന്ന് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ആ നിലപാടിൽ നിന്ന് അവർ ഒട്ടും തന്നെ പിന്നോട്ട് പോയിട്ടില്ല. ഇറാന്റെ കീഴടങ്ങൽ പ്രതീക്ഷിക്കേണ്ട എന്നാണ് പ്രസിഡന്റായിട്ടുള്ള മസൂദ് പെസഷ്കിയാൻ വ്യക്തമാക്കുന്നത്. അതുപോലെ ഭീഷണിയുടെ നിഴലിൽ ചർച്ചകൾ നടക്കില്ല എന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അറക്ചി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ചർച്ചയുടെ വേദി ഒരു കീഴടങ്ങലിന്റെ വേദിയാക്കി മാറ്റാനുമാണ് അമേരിക്കയുടെ ശ്രമമെന്നാണ് അവരുടെ പാർലമെന്റ് സ്പീക്കറായിട്ടുള്ള മുഹമ്മദ് ബാഖർ ഖാലിബാഫ് അറിയിക്കുന്നത്. ഇത്തരത്തിൽ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും തങ്ങളുടെ നിലപാട് ഇറാനിൽ വ്യക്തമാക്കി കഴിഞ്ഞു. എല്ലാവരും ശക്തമായി തന്നെ US ഉപരോധം പിൻവലിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ പലതരം അനുനയ നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇറാൻ തങ്ങളുടെ നിലപാടിൽ നിന്ന് ഒട്ടും വ്യതിചലിച്ചിട്ടില്ല, ഒട്ടും തന്നെ പിന്നോട്ട് പോയിട്ടില്ല. ആദ്യഘട്ടത്തിൽ ഈ ഹോർമുസ് തുറക്കണം എന്നുള്ള വിഷയത്തിൽ പല മുതിർന്ന നേതാക്കളും അഭിപ്രായ ഭിന്നത പ്രകടിപ്പിക്കാൻ കാരണവും US-ന്റെ ഈ നിലപാട് തന്നെയാണ്. എന്തായാലും ട്രംപിന്റെ ഈ കടുംപിടുത്തം, അതായത് ഇറാൻ ഹോർമുസ് കടലിടുക്ക് തുറന്നാലും US ഉപരോധം അവസാനിപ്പിക്കില്ല, ഇറാൻ ഒരു കരാറിന് തയ്യാറായാൽ മാത്രമേ ഈ ഉപരോധം അവസാനിപ്പിക്കൂ എന്നുള്ള ട്രംപിന്റെ കടുംപിടുത്തം അത് കാര്യങ്ങളെ കൂടുതൽ വഷളാക്കി എന്ന് വേണം നമുക്ക് നിലവിലെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ. എന്തായാലും നിലവിൽ ചർച്ചകൾക്ക് ഇറാനിയൻ പ്രതിനിധികളെ ഒന്നും തന്നെ പാകിസ്ഥാനിലേക്ക് അയച്ചിട്ടില്ല. പക്ഷേ ട്രംപ് വീണ്ടും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇറാൻ പ്രതിനിധികളെ അയക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസം തന്നെയാണ് ട്രംപ് നിരന്തരം പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇറാൻ ഇതുവരെ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ നിമിഷം വരെ ഇറാൻ പ്രതിനിധികളെ പാകിസ്ഥാനിലേക്ക് അയച്ചിട്ടില്ല. അതേസമയം US പ്രതിനിധികൾ JD വാൻസിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് യാത്ര തിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അതാണ് നേരത്തെ പറഞ്ഞ പോലെ അമേരിക്കയുടെ 6 വിമാനങ്ങൾ ഇതിനുള്ള മുമ്പിലുള്ള തയ്യാറെടുപ്പുകളുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനിലെത്തിയ സാഹചര്യമൊക്കെ ഉണ്ട്. ചർച്ച നടക്കുമെന്ന പ്രതീക്ഷയിലാണ് അമേരിക്ക. പക്ഷേ ട്രംപിന്റെ പുതിയ മുന്നറിയിപ്പായി പുറത്തു വരുന്നത് ട്രംപിനോട് അസിം മുനീർ സംസാരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അസിം മുനീറിനോടും ഒരു ബിഗ് നോയാണ്
ഉപരോധം പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട് ട്രംപ് പറഞ്ഞത് എന്ന് വ്യക്തമാകുന്നുണ്ട്. യുദ്ധം അവസാനിക്കാൻ അല്ലെങ്കിൽ യുദ്ധം ആരംഭിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി എന്നും കൂടുതൽ ബോംബുകൾ പ്രതീക്ഷിക്കണം നിങ്ങൾ ഇറാനിൽ എന്നും അസീം മുനീറിനെ ട്രംപ് അറിയിച്ചു എന്നാണ് വിവരം. ഉപരോധം ഇറാനെ ഇല്ലാതാക്കുന്നു എന്നുള്ള ആക്ഷേപവും ട്രംപ് ഉന്നയിക്കുന്നുണ്ട്. പ്രതിദിനം $50 കോടി ഇറാന് ഉപരോധവുമായി ബന്ധപ്പെട്ട നഷ്ടമുണ്ടാകുന്നത്. സമാധാന കരാറിന് തയ്യാറാകണം, അതുവരെ ഉപരോധം ഉണ്ടാകും. അതായത് ഉപരോധം ആദ്യം കരാർ, പിന്നീട് ഉപരോധം പിൻവലിക്കാം. ഇറാന്റെ ന്യായമെന്ന് പറഞ്ഞാൽ ആദ്യം ഉപരോധം പിൻവലിക്കൂ, പിന്നെ കരാറിലേക്ക് എത്താം. അങ്ങനെ ഒരു തരത്തിലും ആരും വഴങ്ങാത്ത പശ്ചാത്തലം. അമേരിക്ക യുദ്ധം ജയിക്കുമെന്ന് ട്രംപ് ആവർത്തിക്കുന്നു. വെടിനിർത്തൽ കരാർ ചൊവ്വാഴ്ച വൈകിട്ടത്തോടെ ഇന്ന് അവസാനിക്കാനിരിക്കെ കടുത്ത മുന്നറിയിപ്പാണ് ഇപ്പോൾ ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. കരാറിലെത്താതെ വെടിനിർത്തൽ സമയം തീർന്നാൽ നിരവധി ബോംബുകൾ പൊട്ടാൻ തുടങ്ങുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ മുന്നറിയിപ്പ്. വെടിനിർത്തൽ കാലാവധി കഴിഞ്ഞാൽ എന്തു സംഭവിക്കുമെന്ന ചോദ്യത്തിന് ഈ ഒരു മറുപടി പറയുകയായിരുന്നു. ഇറാൻ ആണവായുധങ്ങൾ സ്വന്തമാക്കാൻ പാടില്ല, അതാണ് ഞങ്ങളുടെ പ്രധാന ആവശ്യം. ഈ വിഷയത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ല. ഒപ്പം ചർച്ചകളിൽ ഇറാൻ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ അനിശ്ചിതത്വമുണ്ടെങ്കിലും തൻ്റെ സംഘത്തെ അയക്കുമെന്നും ട്രംപ് ഉറപ്പിച്ച് പറയുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. അജയ് സുധാ ബിജു, കൂടുതൽ ബോംബുകൾ പൊട്ടും എന്ന് ട്രംപ് പറഞ്ഞു വെക്കുന്നു. ആണവ ആയുധങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വാശി തുടരുകയും ചെയ്യുകയാണ് ട്രംപ്. എന്താണ് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും അമേരിക്ക ഇത്തരത്തിൽ ഈ കടുംപിടുത്തങ്ങൾ ഇപ്പോഴും തുടരുന്നു എന്നതാണ് നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ മനസ്സിലാക്കുന്നത്. അതായത് ഈ ഇറാൻ ഒട്ടും തന്നെ ഈ ഹോർമുസ് കടലിടുക്കിലുള്ള അമേരിക്കൻ ഉപരോധം അവസാനിപ്പിക്കാതെ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഒരുക്കമല്ലെന്നാണ് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയോടും അതുപോലെ തന്നെ അവരുടെ വിദേശകാര്യമന്ത്രിയോടും എല്ലാം അറിയിച്ചിരുന്നത്. ഈ ഒരു ഇറാന്റെ സമ്മർദ്ദം കാരണം പാകിസ്ഥാന്റെ ഫീൽഡ് മാർഷൽ അസീം മുനീർ ഈ വിവരമെല്ലാം US പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപിനെ ധരിപ്പിച്ചു. പക്ഷേ ട്രംപ് ഒട്ടും തന്നെ ഇതിൽ വിട്ടുവീഴ്ച ചെയ്യുന്നില്ല. പകരം അദ്ദേഹം കൂടുതൽ അവകാശവാദങ്ങളാണ് പാകിസ്ഥാനോട് പറയുകയും അതുപോലെ തന്നെ തൻ്റെ ട്രൂ സോഷ്യൽ വഴി രേഖപ്പെടുത്തുകയും എല്ലാം ചെയ്തിട്ടുള്ളത്. ഈ യുദ്ധത്തിൽ ഇറാന് വലിയ നഷ്ടമാണ് എന്നതാണ് ട്രംപിൻ്റെ ഒരു അവകാശവാദം. പക്ഷെ നമ്മൾ ഇവിടെ വസ്തുതകൾ പരിശോധിച്ചാൽ മനസ്സിലാകും. കാരണം ഇറാൻ ഒരു ഡ്രോൺ നിർമ്മിക്കുന്നതിൻ്റെ ചെലവ് ഇപ്പോൾ ഇടയ്ക്ക് പുറത്തു വന്നിരുന്നു. അതിലെല്ലാം നമ്മുടെ ഇന്ത്യൻ മണിയുടെ മൂല്യം വെച്ച് കണക്കാക്കുകയാണെങ്കിൽ വെറും 25,000 രൂപ വരെയുള്ള ഡ്രോണുകളാണ് ഇറാൻ ഇപ്പോൾ അമേരിക്കയുടെ സേനയ്ക്ക് നേരെ അയക്കുന്നത്. പക്ഷേ അമേരിക്ക അത് നിർവീര്യമാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മിസൈലിന് തന്നെ മില്യൺ കണക്കിന് ഡോളറിൻ്റെ ചെലവുണ്ട്. അപ്പോൾ ഇത്രയധികം ചെലവ് അമേരിക്ക ഈ യുദ്ധത്തിൽ വഹിക്കുന്നുണ്ട്. ഒരു ദിവസം അമേരിക്കയ്ക്ക് ഉണ്ടാകുന്ന നഷ്ടം അത് ഇടയ്ക്ക് കണക്കാക്കിയപ്പോൾ ഏതാണ്ട് 3 ലക്ഷം കോടി ഇന്ത്യൻ രൂപയ്ക്ക് തുല്യമായിട്ടുള്ള തുകയാണ് പലപ്പോഴും അമേരിക്ക ഇങ്ങനെ പൊട്ടിച്ചു കളയുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.